ഇങ്ങോട്ട് വാപ്പനാ. ബേബി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടിരിക്കുകയാണ്. എങ്ങടെ പോണേ ഗൈസ്? ഞങ്ങള് പള്ളിയിൽ പോകാനുള്ള പരിപാടിയാണ്. പൊന്നൂസ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഹസി ബേബി ആദ്യം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഷൂട്ടോ എന്നിട്ട് നീ എന്നിട്ട് പിന്നെ ഹസി ബേബി എന്നിട്ട് ഗൈസ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ പോവാ. ഹസി ബേബിന്റെ അടുത്ത് ഇപ്പൊ കറിയത് ഡാഡ പോവാട്ടാ. നിന്നെ കൊണ്ടുപോണില്ല അച്ചടാ, കൊണ്ടോണില്ലടാ. അയ്യടാ കൊണ്ടോണില്ല. ടാറ്റാ എന്നിട്ട് ടാറ്റന്നേ. ടാറ്റാ. നമ്മള് പള്ളി എത്താറായി. പക്ഷെ പള്ളി എത്തുമ്പോ തന്നെ നമുക്ക് തിരിച്ചു വരണമെന്നാ തോന്നണത്. കാരണം ഇപ്പോൾ അനക്കൊന്നും കേൾക്കാനില്ല. അങ്ങനെ നമ്മള് പള്ളിയിലത്തെ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് വേഗം വീട്ടിലെത്തി. ഹസി ബേബി അവിടെ നിന്നിട്ട് വീട്ടിൽ നിന്ന് പോയി പള്ളിക്ക് ചെന്ന് വേഗം പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു. ആ കുർബാന കഴിഞ്ഞപ്പോ പോന്നു. ഇതെന്തിനാ കഴിക്കണേ? അവനെ ഭയങ്കര ദാഹായിരുന്നു. ഞാനാണെങ്കിൽ വെള്ളം എടുക്കാൻ മറക്കും ചെയ്തു. പക്ഷെ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് അവൻ കരഞ്ഞത്. വന്നപ്പോ തന്നെ അവന് വെള്ളം കൊടുത്തപ്പോ സെറ്റായി. അതാണ് ഞങ്ങള് വേഗം പോകുന്നത്. ഇത് എന്നിട്ട് നീ കഴിക്കണോ ഉണ്ണി കഴിക്കി കൊടുക്കണോ? അവന് കൊടുക്കണതോ? അപ്പൊ ഉപ്പുമാവോ? അതിപ്പോ ഇവിടെ വന്നപ്പോഴും തിന്നണം. ഇത്ര നേരം അത് തിന്നിരുന്നു. ഹസി ബേബി കഴിക്കാ ബേബീസ് ഇപ്പോഴും നല്ല ചെയർഫുൾ ആയിട്ട് ഇരിക്കുന്നതിൽ ഡയപ്പറിന് ഒരു പങ്കുണ്ടല്ലേ. ഞാൻ അവൻ ഉപയോഗിക്കുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം ഡയപ്പർ പാൻസ് ആണ്. ഇതിൽ 10 മില്യൺ പോഴ്സ് ഉണ്ട്. സൂപ്പർ ബ്രീത്തബിലിറ്റി ആണ്, അതുകൊണ്ട് നോ ഇറിറ്റേഷൻ. എലോവേര ഉള്ളതുകൊണ്ട് നമുക്ക് റാഷ് ഫ്രീ ആണ്. നല്ലൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതിന്. അതുപോലെ നല്ലൊരു ഡിസ്പോസിബിൾ ടൈപ്പും ഉണ്ട്. അപ്പം നമുക്ക് ഡിസ്പോസ് ചെയ്യാനും ഈസിയാണ്. ലിക്ലോ പ്രൊട്ടക്ഷൻ ഉള്ള കാരണം കൊണ്ട് തൈസി കൂടെ ഒന്നും യൂറിൻ പോകണ പേടിയൊന്നും ഇല്ല. നമുക്ക് 12 hours നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. നൈറ്റ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഇത് യൂറിൻ ഫുള്ളായിട്ട് ജെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാണ്. സാധാരണ ഒരു ബേബി ഒരു 80 ml ഒക്കെയാണ് പീ ചെയ്യാറ്. അത് നേരെ ജെല്ലായിട്ട് കൺവേർട്ട് ചെയ്യും. സൂപ്പർ സ്പ്രെഡബിലിറ്റി ആണ്. പ്രഷർ അപ്ലൈ ചെയ്താലും നമുക്ക് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിന് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്. ന്യൂ ബോൺ സൈസ് തൊട്ട് അവൈലബിൾ ആണ്. ശരിക്കും ഉപ്പുമാവിന്റെ കൂടെ കഴിക്കണത് സാധനം കിട്ടാ. ഒന്നിന്റെ ഉപ്പുമാവിന്റെ കോമ്പിനേഷൻ ശരിക്കും അമ്മജി ഇത് പഴവും ഉപ്പുമാവും. അതാണ് ഉപ്പുമാവിന്റെ കോമ്പിനേഷൻ. പഴവും ഉപ്പുമാവോ വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഗൈസ്. ഉപ്പുമാവും പപ്പടവും മാച്ചിങ് ആണോ? പുട്ടും പപ്പടം ഒക്കെ ഓക്കെ. ഉപ്പുമാവും പഴവും പഞ്ചസാരയും അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം മുഴുകിയാന്ന് അമ്മച്ചി പറയണേ. വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ ഗൈസ്. എന്തിനാണ് പഞ്ചസാര ഉപ്പുമാവിന്റെ കോമ്പിനേഷൻ? ഞാൻ ഉപ്പുമാവ് മാത്രം തിന്നാറുള്ളൂ. ഉപ്പുമാവ് പാഴം കഴിക്കാറില്ലേ? ഇവിടെ വന്നേപ്പോ ഞാൻ കഴിച്ചു തുടങ്ങി. അല്ലാണ്ട് ഞാൻ കഴിക്കാറില്ല. ഗൈസ് ഹസി ബേബി കരച്ചിലായോണ്ട് ഞാനെടുത്ത് പുറത്തേക്ക് വന്നേക്കാം. അല്ലടാ ഇപ്പൊ കരച്ചിൽ അവനെ മാറിയിട്ടാ. ഇത്ര നേരം താഴ്ത്തു നിന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പൊ അവന്റെ കരച്ചിലൊക്കെ മാറി. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഉണ്ണി ആ സമയം കൊണ്ട് കിടന്ന് ഉറങ്ങി. അപ്പൊ കുറച്ചു നേരം പൊന്നസാണ് ഉണ്ണിയുടെ അടുത്ത് കിടന്നത്. അപ്പോഴേക്ക് ഞാനായിട്ട് അടിച്ചു അവർക്ക് തുടച്ചു. അമ്മച്ചി ഇവിടെ കറിയും കാര്യങ്ങളൊക്കെ വെച്ചപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാതിരിക്കുന്നത്. ഇത് കണ്ട ഇന്നൊരു സൺഡേ ആട്ടാ. അതുകൊണ്ടാണ് എനിക്ക് വേറെ സംഭവം. അതെ നമ്മൾ പള്ളിയിൽ പോയത്. ഒരുപാട് ഹൈലൈറ്റ് സാധനം ബീഫും കൂർക്കി. കൂർക്ക അത് അടി ചേർത്ത് ഇളക്ക്. കൂർക്ക കണ്ട മറ്റേ നീയല്ല പറഞ്ഞത് വെന്തിട്ടില്ലാന്ന്. നീ നേരത്തെ പറഞ്ഞില്ലേ കൂർക്ക വെന്തിട്ടില്ലാന്ന്. കൂർക്ക സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. കൂർക്കയാണെങ്കിൽ ഈ നെയ്യൊക്കെ പിടിച്ചിട്ടേ കണ്ടോ നല്ല രസം. കുറച്ച് ഉപ്പ് കുറവുണ്ടെന്നുണ്ട് അല്ലേ? ചെറിയ ഉപ്പ് കുറവുണ്ട്. അത് നല്ല രസമുണ്ട്. നല്ല ഭംഗി. നെയ്യൊക്കെ പിടിച്ച് കണ്ടോ സൂപ്പറായിട്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം പോർക്ക്. മറ്റേ ബീഫ് വെച്ചില്ലേ? ബീഫ് ഞാൻ നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചു. അല്ല പോർക്കുണ്ടല്ലോ, പിന്നെ അത് വെക്കണ്ടല്ലോ. നാളെ വെക്കണം. അതെ ഇപ്പൊ കൂർക്കയുടെ സീസണാണ്. എന്റെ തറവാട്ടിലിട്ടാ പണ്ട് കൂർക്കുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു പറമ്പ് മുഴുവൻ അപ്പാപ്പനുള്ള സമയത്ത് കൂർക്ക നടുവായിരുന്നു. അപ്പൊ ഈ ഒക്ടോബർ ആ പെരുന്നാളിന്റെ ആ സമയത്തോടെ കൂടി കൂർക്ക പറിക്കാനായിട്ട് അപ്പാപ്പനുള്ള സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പാപ്പ മരിച്ചുപോയി. മരിച്ചിട്ട് നമ്മുടെ അച്ചാറ് അമ്മച്ചിണ്ടാക്കിയ അച്ചാറാണ്. മാങ്ങച്ചാറ്
അത് ബേ ലീവ്സ് ആയിരിക്കും. ബേ ലീവ്സ് അല്ലെങ്കിൽ കറുകപ്പട്ട അങ്ങനെ രണ്ട് സെയിമോ അല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ മീൻകറിയുടെ കുറച്ചിരിക്കുന്നുണ്ട് ചോറ്. ഇത് കണ്ടോ നല്ല ചൂട് ചോറ് എന്തുണ്ട്. അതെ പിന്നെ കണ്ട സുട വെള്ളം ഇനി നമുക്ക് കഴിക്കണം. അതെ ഇന്ന് നമ്മൾ കഴിക്കണം. പക്ഷെ ഉണ്ണി അകം വരും തുടച്ചത് മേത്തക്കോടിന് വെള്ളം ഒഴിച്ചിട്ടാണ്. അത് ഞാൻ എല്ലാം കഴിയുമ്പോ ഞാൻ ഇങ്ങനെ ഒരു കുളി വിളിക്കും. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഫുൾ അങ്ങോട്ട് വെള്ളം ഒഴിക്കും. ഉള്ളിക്കും ഒക്കെ വെള്ളം ഒഴിക്കും. അപ്പൊ വരും. അപ്പൊ ഉണ്ണി ഏറ്റിട്ടില്ല. ഉണ്ണി ഏറ്റിട്ട് കഴിക്കാം. ഞാൻ ഉണ്ണി ഏറ്റിട്ടാ കഴിക്കാനുള്ളൂ. ഉണ്ണി ഏറ്റിട്ട് അവന് ചോറ് കൊടുത്തിട്ട് ഞാൻ കഴിക്കുമ്പോൾ എനിക്കൊരു സമാധാനത്തിൽ നിന്ന് തിന്നാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചോറിനുള്ള സമയത്ത് അവനെ ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അവനെ ഏറ്റാ കഴിക്കുള്ളൂ. ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിക്കണം. സത്യം പറയാ നമ്മള് രാവിലെ ഒരു 8:30 ഏറ്റത്. 8:30 9 പറഞ്ഞ് നമ്മളെത്തത് 9:30. പക്ഷെ പ്രസംഗമായിരുന്നു അച്ഛൻ്റെ. അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ അലമ്പില്ല. അപ്പൊ അത് നമ്മളെത്തി. ഞാൻ കൊടുത്തോളാം. ഇനി കഴിഞ്ഞല്ലോ പെണ്ണുള്ളത് കഴിഞ്ഞു. അങ്ങനെ ഒരാൾ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ടാ റിമോട്ടാ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാം. സ്റ്റെബിയുടെ 2 പിള്ളേര് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കട്ടൻ ചായ എടുക്കാം. പാലില്ല? കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. പാലുണ്ട് പക്ഷെ രണ്ടാളും പറഞ്ഞു കട്ടൻ ചായ മതി. 2 പേർക്കും കട്ടൻ ചായ മതി. കട്ടൻ ചായ എടുക്കും. കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് പോകും. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുള്ളൂ. അപ്പോഴത്തേനും പൊന്നൂസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോളൂ. പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഐസ്ക്രീം ഇന്ന് വൈകിട്ട് 4 മണി. അതിനു മുമ്പ് പോയാൽ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി പറഞ്ഞു. അപ്പൊ ആള് പോയപ്പോ ഞാൻ കൊച്ചിനും കൊണ്ട് പുറത്തേക്ക് നടക്കാറിറങ്ങി. നടന്ന് അവിടുത്തെ പാലൊക്കെ കഴിഞ്ഞ് അവിടെ വരെ പോയി. അവിടെ മെഴ്സിലിസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിട്ടാ വന്നത്. അതായത് എന്തൊരു സംഭവം അറിയോ? ഉണ്ണിനെയും കൊണ്ട് ഇവന്റെ ഒന്നും പറ്റില്ല. ഒരു കുഞ്ഞു സൈക്കിളില് ഹസ് ബേബി ഒന്നും പറ്റിയില്ല കേട്ടാ. ഒന്നും പറ്റിയില്ല കേട്ടാ. ഐസ്ക്രീം വേണം? ഐസ്ക്രീം വേണം പൊന്നെ? ഐസ്ക്രീം വേണം? അമ്മ കൊണ്ടുവരും കേട്ടോ. അപ്പൊ ഉണ്ണിനെയും കൊണ്ട് ഉണ്ണിയുടെ സൈക്കിൾ കിടക്കണില്ലേ, ആ സൈക്കിളും കൊണ്ട് റോട്ടിക്കോടെ അവള് തള്ളി കൊണ്ടുപോയി. എന്തായാലും ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ടാവും. 1/2 കിലോമീറ്ററോളം ആള് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് തള്ളി. അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട്? എത്ര ദൂരം ഉണ്ട്? അന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഉണ്ണീനെ കൊണ്ട് പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെയിലായിരിക്കുന്ന. വീട്ടിൽ നിങ്ങളുടെ ചെരുപ്പ് ഇട്ടിട്ടല്ലേ പോയേ? വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോയേ? ഇതിന്റെ ട്രൗസർ ഇടിക്കാണ്ടല്ലേ പോയേ? ട്രൗസർ ഇടിച്ചിട്ടില്ല. ഈ പാടത്തില്ലല്ലേ നോക്കിയത്? ടീ നോക്കിയിരിക്കാട്ടോ ആള്. നോക്കട്ടെ ഐസ്ക്രീം രസം ഉണ്ടോ നോക്കട്ടെ. എന്തിട്ടാടി നിനക്കൊരു സ്നേഹല്ലേ? എന്തിട്ടാടി എന്താ? ഞാൻ 2 മണിക്കൂർ എന്ന് പറഞ്ഞു പോയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ 1 മണിക്കൂർ ലേറ്റ് ആയി. അതിരപ്പള്ളിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. രസം ഉണ്ടോ നോക്കട്ടെ? രസം ഉണ്ടോ നോക്കട്ടെടി. അതെ നമ്മള് വീഡിയോ ഉണ്ടാക്കിയപ്പോ ആള് ഓടി വന്നതാ. നമ്മള് പോകുമ്പോ നമ്മൾ ഉണ്ണിനെ കൊണ്ടുപോകണില്ല. അത് എന്താ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പോണ സ്ഥലം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ തണുപ്പുള്ള സ്ഥലത്തേക്ക് ഉണ്ണിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ണിക്ക് വയ്യായി വരും. വയ്യാണ്ടാവും. അവന് വയ്യാണ്ട് വരും. കാരണം അവൻ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലല്ലേ അവൻ ജനിച്ചു വളർന്നത്. അപ്പം അതുകൊണ്ട് ഇവന് ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലൈമറ്റിന്റെ ചേഞ്ചസ് വരും. നല്ല തണുപ്പും വന്നു കഴിഞ്ഞാല് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ പോകുമ്പോ ഹസിബേബിനെ നമ്മൾ കൊണ്ടുപോകണില്ല. നമ്മൾ 2 പേരും ഞാനും പൊന്നൂസും മാത്രമായിരിക്കും നമ്മൾ പോണത് അല്ലേ. നമ്മൾ പോകുമ്പോ ഹസിബേബിനെ ഇവിടെ ആക്കണില്ല. അപ്പൊ ഒല്ലൂര് പൊന്നൂസിന്റെ വീട്ടിൽ കൊണ്ട് ആക്കും അവനെ. അടുത്ത ദിവസമായിരിക്കും നമ്മൾ അങ്ങോട്ട് പോവാ. അപ്പോൾ ഹസിബേബിനെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരും. എന്നിട്ട് ഇവിടെ നിന്നായിരിക്കും നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ പോണത്.
രാവിലെ ഏർലി മോർണിംഗിനെ ഫ്ലൈറ്റ് 7:50 അങ്ങനെ ഫ്ലൈറ്റ്. അപ്പൊ പുലർച്ചെ നമ്മള് വീട്ടിൽ നിന്ന് പോകുമ്പോ ഹസ്ബീബി അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും. അല്ല പിന്നെ നീ അറിയണണ്ടാ നിന്നെ കൊണ്ടുപോയിട്ട് ഡാഡിയും മമ്മിയും പോവാടാ. നമ്മളിങ്ങനെ പോണേന്റെ പേരില് നമ്മള് അവനെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് അവനവിടെ ഒറ്റയ്ക്ക് അതായത് അവന് പെട്ടെന്ന് ഒരു ദിവസത്തിൽ ചിലപ്പോ അമ്മയും ഞാൻ അതായത് അമ്മയും ഞാൻ ഉദ്ദേശിച്ചത് പൊന്നൂസം ഞാൻ ഇല്ലാണ്ടാവുമ്പോ ചിലപ്പോ അവന് ബുദ്ധിമുട്ട് വരും. അവളില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനില്ലാണ്ടായി ബുദ്ധിമുട്ട് വരും. അതെ ഇനി എനിക്ക് ഫുഡ് കഴിക്കണം, പൊന്നൂസിന് ഫുഡ് കഴിക്കണല്ലേ? അപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം. നമ്മൾ ഉച്ചക്ക് വെച്ച നല്ല ചോക്കരച്ചി കൂർക്കയൊക്കെ നല്ല മറ്റേ എന്നിട്ടാണ് ഈ പറയാനേ നെയ്യൊക്കെ പിടിച്ച് കൂർക്കയൊക്കെ നല്ല രസമായിട്ടുണ്ടാവും. അമ്മിച്ചും കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് കഴിക്കണം കഴിച്ച. അപ്പൊ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ 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 ബൈ.